ഹേമന്ത് അതിശയത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി നിന്നു. സിദ്ധാർത്ഥ് ഒരു പെണ്ണിനൊപ്പം അത്ര അടുത്ത് പെരുമാറുന്നത് തന്നെ നീലിമ വന്നതിന് ശേഷമാണ് ഹേമന്ത് കാണുന്നത്. അതിന്റെ ആശ്ചര്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു. വിശ്വാമിത്രൻ ഇങ്ങനെ മാറിയോ? ആ പെണ്ണ് ഉറങ്ങിക്കിടക്കുമ്പോ പോയി ഉമ്മ വെക്കാനും മാത്രം സ്നേഹമൊക്കെ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്നു. എന്നാ എന്റെ പൊന്ന് ലാവണ്യ, നീ ഇനി വിശ്വാമിത്രനെ നോക്കി വെള്ളമിറക്കിയിട്ട് കാര്യമില്ല. ചെക്കനെ ഈ പെണ്ണ് കൊണ്ടുപോയി, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവൻ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി അകത്തേക്ക് കയറി ചെന്നു. എടാ, നീ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെണ്ണിനാണോ ഉമ്മ കൊടുക്കുന്നത്? ഹേമന്ത് സിദ്ധാർത്ഥിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥ് ഹേമന്ത് വന്നതറിയുന്നത്. നീ എന്താ ഇവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതല്ലല്ലോ എന്റെ ചോദ്യം, അതിനുത്തരം പറ ആദ്യം. ഹേമന്ത് വിടുന്ന മട്ടില്ലായിരുന്നു. നിന്റെ എന്ത് ചോദ്യം? നീ ഒന്ന് പോയേ. എന്റെ ഭാര്യയല്ല ഞാൻ ഉമ്മ വെച്ചത്, അത് ചോദിക്കാൻ നീ ആരാടാ? സിദ്ധാർത്ഥ് പറഞ്ഞു. ഓഹോ, അപ്പൊ മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വ നീലിമ വാസുദേവനെ ഭാര്യയായി മനസ്സാൽ സ്വീകരിച്ചു കഴിഞ്ഞുവല്ലേ? നടക്കട്ടെ. അല്ല, ഈ ഉമ്മ മാത്രമേ ഉള്ളൂ അതോ? ഹേമന്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സിദ്ധാർത്ഥ അത് കേട്ട് അവനെ പിടിച്ച് പിന്നിലേക്ക് നീക്കി. നീ ഒന്ന് പോയേ. ഇതൊക്കെ ഞാൻ നിന്നെ ബോധിപ്പിക്കുന്ന എന്തിന്? അല്ല, നീ ആ കാർ ഓണറെ സെറ്റിൽ ചെയ്തോ? അത് പറ ആദ്യം, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥ മോനെ, നീ വിഷയമൊന്നും മാറ്റണ്ട. കാർ ഓണറെ സെറ്റിൽ ചെയ്ത കാര്യം ഞാൻ നിന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞാണല്ലോ. എന്നിട്ടിപ്പോ വീണ്ടും അത് തന്നെ ചോദിച്ചിട്ട് എന്റെ ചോദ്യത്തിൽ നിന്ന് മുങ്ങാനുള്ള പരിപാടിയല്ലേ? ഹേമന്ത് ചോദിച്ചു. ദേ ഹേമന്ത്, നീ അതിര് വിടുന്നുണ്ട്. എന്റെ ഭാര്യയോട് പോലും റെസ്പെക്ട് ഇല്ലാത്ത മട്ടിൽ ഇമ്മാതിരി ചോദ്യം ഇനി ചോദിച്ചാ അറിയാലോ നിനക്കെന്നെ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ശരിക്കും ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ഹേമന്ത് ഉടനെ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. അല്ല, അതൊക്കെ പോട്ടെ, നീലിമയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇനി റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്നാ പറഞ്ഞ്. 2 ദിവസം കൂടിയൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴാണ് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ലാപ്ടോപ്പും മറ്റ് ഫയലുകളുമൊക്കെ ടേബിളിൽ വച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. സിദ്ധാർത്ഥ് അവിടെ ഇരുന്നും ജോലി ചെയ്യുകയായിരുന്നുവെന്ന് ഹേമന്തിന് മനസ്സിലായി. ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ് അത്ര വൈകിയും സിദ്ധാർത്ഥ ജോലി ചെയ്യാറുള്ളത്. അത് മനസ്സിലാക്കി ഹേമന്ത് ചോദിച്ചു. അല്ല സിദ്ധു, നീ ഇത്ര തിരക്കുണ്ടായിട്ടും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എന്തിനാ? നീലിമയെ നോക്കാൻ നമുക്കൊരു ഹോം നഴ്സിനെ ഏർപ്പാട് ചെയ്യാം, അതുപോരെ? അല്ലെങ്കിൽ എന്തിനാ? നമുക്കറിയാവുന്ന ഹോസ്പിറ്റലല്ലേ, അവര് കെയർ ചെയ്തോളും, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് മയങ്ങിക്കിടക്കുന്ന നീലിമയെ നോക്കി. ക്ഷീണം കാരണം അവൾ ഹേമന്ത് വന്നതുപോലും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട. നീലിമയെ അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിയാൽ ശരിയാവില്ല, ഞാൻ തന്നെ നിന്നോളാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് അതിശയത്തോടെ അവനെ നോക്കി. എന്നാലും സിദ്ധു, ഇത്ര തിരക്കുള്ള നീ? ഹേമന്ത് പറഞ്ഞു. നിനക്ക് എന്താ അതില് പ്രശ്നം? ഞാൻ തന്നെയല്ലേ എന്റെ ഭാര്യയെ നോക്കേണ്ടത്. എനിക്കിവിടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. നീ അവളെ കണ്ടെങ്കിൽ പോവാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. എന്നാലും എന്റെ വിശ്വാമിത്ര, നീ ഇത്ര പാവമായിരുന്നു അല്ലേ, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. അവന്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് അവനെ നോക്കി. എന്താടാ ചിരിക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല, ഹേമന്ത് പറഞ്ഞു. കുറച്ചു സമയം സംസാരിച്ചു നിന്ന ശേഷം ഹേമന്ത് ഇറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു. നീലിമ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഹേമന്ത് ഉണർത്താനും നിന്നില്ല. മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയുടെ നെറ്റി തടവുന്നുണ്ടായിരുന്നു. നീലിമ എന്ത് ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. സിദ്ധാർത്ഥ് ഒരിക്കലും ഒരാളെയും ഇത്ര കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഉറപ്പായും നീലിമയെ അവൻ ശരിക്കും കല്യാണം കഴിച്ചത് തന്നെയായിരിക്കും. ലാവണ്യനെ ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല. എന്നാലും ഇവൻ ഇത്രയും സ്നേഹിക്കുന്നത് നീലിമ അറിയുന്നില്ലല്ലോ. അവൾ ഉണർന്ന് ചുറ്റും നോക്കി. അപ്പോൾ സിദ്ധാർത്ഥ് മുറിയുടെ ഒരു മൂലയിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അത്ര തിരക്കുണ്ടായിട്ടും തന്റെ കൂടെ തന്നെ തുടരുന്നതിൽ അവൾക്ക് അതിശയം തോന്നി. നീലിമ മുടി കെട്ടിവെക്കാൻ വേണ്ടി കൈ ഉയർത്തി അറിയാതെ നെറ്റിയിലെ മുറിവിൽ തൊട്ടുപോയി. അമ്മേ! മുറിവ് വേദനിച്ചപ്പോൾ നീലിമ നിലവിളിച്ചു പോയി. അവളുടെ ശബ്ദം കേട്ട സിദ്ധാർത്ഥ് അപ്പോൾ അവിടേക്ക് നോക്കി. ഉണർന്നോ? നിനക്ക് കഴിക്കാൻ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയത് നിനക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ലല്ലോ. സോ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ മല്ലികാമ ഉണ്ടാക്കി തന്നു വിട്ടതാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. അയ്യോ, എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ചത്? നീലിമ ചോദിച്ചു.
ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ മുടിയൊക്കെ കെട്ടിവെക്കണമെങ്കിൽ ഞാനുണ്ട് ഇവിടെ. എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ മുറിവിൽ തട്ടിക്കിടന്ന് കാറണ്ട. സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ ഓരോ സംസാരവും പുതിയതായി അവൾക്ക് തോന്നി. മുമ്പ് കണ്ടിരുന്ന സിദ്ധാർത്ഥ അല്ല ഇപ്പോ തനിക്ക് മുന്നിലിരിക്കുന്നതെന്ന് നീലിമ അതിശയത്തോടെ ഓർത്തുപോയി. എഴുന്നേറ്റിരിക്കെ, ഞാൻ ഫുഡ് എടുത്തു തരാം. സിദ്ധാർത്ഥ് ഓഫീസ് ജോലികൾ പകുതിയിലാക്കി എഴുന്നേറ്റു. എന്നിട്ട് ഫുഡ് ഒരു പാത്രത്തിലാക്കി നീലിമയുടെ അരികിൽ കൊണ്ടുവച്ചു. സിദ്ധാർത്ഥ തന്നോട് എത്രമാത്രം കെയർ കാണിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ അവനെ നോക്കിക്കിടന്നു. സിദ്ധാർത്ഥിന്റെ നോട്ടവും ഇടയ്ക്കിടെ അവളുടെ മേൽ വീഴുന്നുണ്ടായിരുന്നു. നീലിമ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തല ചെരിച്ചു കിടന്നു. സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ചു. സമയം പിന്നെയും കടന്നുപോയി. സിദ്ധാർത്ഥ് വർക്ക് തീർത്തെഴുന്നേറ്റു. അപ്പോൾ നീലിമ അവനെ നോക്കി. ആ മുറിയിൽ നീലിമ കിടക്കുന്ന ബെഡ് മാത്രമേ കിടക്കാൻ പാകത്തിനുള്ളൂ. പിന്നെ ഉള്ളത് ചെറിയൊരു സോഫയാണ്. സിദ്ധാർത്ഥ് എവിടെ കിടക്കുമെന്ന് നീലിമ മനസ്സിൽ ആലോചിച്ചു. അവൾ ഉടനെ അത് അവനോട് ചോദിക്കുകയും ചെയ്തു. അല്ല സിദ്ധാർത്ഥ്, നിങ്ങൾ എവിടെ കിടക്കും? ഇവിടെ ഒരു ബെഡല്ലേ ഉള്ളൂ. നീലിമ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. ഞാൻ നിന്റെ കൂടെ ബെഡിൽ വന്ന് കിടക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ആണെങ്കിൽ തുറന്നു പറഞ്ഞു, ഞാൻ കിടക്കാം. സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ അമ്പരന്ന് അവനെ നോക്കി. ഇയാളിത് ചക്ക എന്ന് പറഞ്ഞ മാങ്ങ എന്നാണല്ലോ കേൾക്കുന്നത്. ഈ കിഴങ്ങിന് വെറുതെ അല്ല അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത്. ആ ഹേമന്തൊക്കെ ഇതിനെ എങ്ങനെ സഹിക്കുന്നു ആവോ? നീലിമ മനസ്സിൽ പറഞ്ഞു. എന്താ ആലോചിക്കുന്നത്? ഞാൻ വന്ന് കിടക്കട്ടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഓ വേണ്ടായേ, നിങ്ങൾ ഈ രാത്രി എനിക്ക് വേണ്ടിയാണല്ലോ ബുദ്ധിമുട്ടുന്നതെന്ന് ഓർത്തിട്ടാ എവിടെ കിടക്കുമെന്ന് ചോദിച്ചു പോയത്. ചോദിക്കാൻ പാടില്ലായിരുന്നു, സോറി. എന്റെ പൊന്നോ, ഇതെന്തൊരു മനുഷ്യനാ? നീലിമ ഉടനെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ ചിരിയോടെ അവളെ നോക്കി. എന്നിട്ട് അവൻ ഇട്ടിരുന്ന ഷർട്ട് പതിയെ ഊരാൻ തുടങ്ങി. നീലിമ അത് കണ്ട് ആശ്ചര്യത്തോടെ അവനെ നോക്കി. ഇയാളെന്താ ഷർട്ടൊക്കെ ഊരുന്നേ? നീലിമ മനസ്സിൽ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ ആ ചോദ്യമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവളെ ഒന്ന് വട്ടാക്കാൻ സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഒരു മോഹമുദിച്ചു. അവനുടനെ മുഖത്തൊരു റൊമാൻറ്റിക് ഭാവം വരുത്തിക്കൊണ്ട് ഷർട്ട് ഊരിയെറിഞ്ഞിട്ട് അവളുടെ അരികിലേക്ക് വന്നു. താനിതെന്താ കാണിക്കുന്നെ? നീലിമ അവനെ നോക്കി പതർച്ചയോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് അവളുടെ കവളിന്റെ നേരെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയപ്പോൾ നീലിമ പിടഞ്ഞുപോയി. സിദ്ധാർത്ഥ് മാറിക്കേ, എനിക്ക് ഇങ്ങനത്തെ തമാശ ഒന്നും ഇഷ്ടമല്ലാട്ടോ. നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞിരുന്നു. അതിന് ഇത് തമാശയാണെന്ന് ആരാ പറഞ്ഞ്? സിദ്ധാർത്ഥ് മുഖം അല്പം കൂടി അവളുടെ അരികിലേക്ക് അടുപ്പിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.